അള്ളാഹുലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർ 3 കാര്യങ്ങളിലൂടെയാണ്, 3 ഘട്ടങ്ങളിലൂടെയാണ് അള്ളാഹുലേക്ക് അടുക്കുന്നത്. ഒന്ന്, ഇവൻ മനസ്സിലാക്കേണ്ടത് മാലിക് ഹഖീഖി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ യാഥാർത്ഥ്യത്തെ ഇവൻ അവന്റെ ജീവിതത്തിലേക്ക് ശരിയാം വണ്ണത്തിൽ അവനെ ഇറക്കണം. മറ്റൊന്ന് ഫായിലെ ഹഖീഖി അല്ലാഹുവാണ്, മറ്റൊന്ന് മുൻഇമെ ഹഖീഖി അല്ലാഹുവാണ്. ഇങ്ങനെയാണ് ഈ ഘട്ടങ്ങൾ അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂടി 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 വരല്. മാലിക് ഹഖീഖി എന്ന് പറഞ്ഞ യഥാർത്ഥ ഉടമസ്ഥൻ. മജാസിയായിട്ട് നമ്മളിലുള്ളതൊക്കെ നമ്മളതാണെന്ന് പറയാം, താൽക്കാലികമായിട്ട് നമുക്ക് തന്നുകൊണ്ട് ഒരാൾ പറയും നമ്മളാണെന്ന് പറയാം. പക്ഷെ ഉള്ളി മനസ്സിലാക്കാൻ പാടില്ല. നമ്മളിലുള്ളതൊക്കെ അത് നമ്മളതാണ് എന്നുള്ള ഒരു ധാരണ ഒരു മൂമിനിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ മനസ്സിലാക്കും, നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നത് എല്ലാറ്റിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവം ശരിയല്ല. മാലിക് ഹഖീഖ് അല്ലാഹു എന്ന യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. അതായത് എൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്, എന്നിലുള്ളതിൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്, സർവ സൃഷ്ടിചരാചരങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്, അവരിലുള്ളതിൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. അല്ലെ? ഇത് നമ്മൾക്ക് ശരിക്ക് യഖീനിന്റെ മഹലിലേക്ക് ഇറങ്ങണം. നമ്മളിലുള്ളതൊന്നും നമ്മളുടേതല്ല എന്ന് പറയുമ്പോൾ ഇത് അമാനത്താണ്, സൂക്ഷിപ്പ് മുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബോധത്തിലും അതായിരിക്കും. പറച്ചിലോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള അറിവോ മാത്രം പോരാ, നമ്മുടെ ബോധത്തിലും അങ്ങനായി മാറും. നമ്മുടേതായിട്ട് കാണാതിരിക്കും. നമ്മളുടെ അവയവങ്ങള്, നമ്മൾക്ക് അവയവങ്ങൾ തന്നത്, നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങള്, ഭാര്യ, സന്താനങ്ങള്, നമ്മുടെ മാതാപിതാക്കള്, സ്വത്ത്, സമ്പത്ത് എല്ലാം അള്ളാഹു നമുക്ക് താൽക്കാലികമായി ഒരു പ്രത്യേക സമയം വരെ നമുക്ക് തന്നതാണ്. ഇത് എൻ്റെതല്ല, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്നുള്ള ശരിയായ ബോധം നമ്മൾ ഉള്ളിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ അഹങ്കാരിയാണ്. അഹങ്കാരം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരില്ല. ഒന്നും നമ്മൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ, ഓരോരുത്തർക്കും ഓരോ പ്രാപ്തി ഉണ്ടാവും. നിങ്ങൾക്കുള്ള പ്രാപ്തി എന്നാണ്, എനിക്കുള്ള പ്രാപ്തി അള്ളാഹു നൽകിയത് വേറെ. നിങ്ങൾക്കുള്ള യോഗ്യതകൾ, ഓരോരുത്തർക്കുമുള്ള യോഗ്യതകൾ ഓരോന്നായിരിക്കും. വെറും ഇൽമു മാത്രമല്ല, ജോലിയോട് ബന്ധപ്പെട്ടതായാലും മറ്റുള്ള എന്തിനോട് ബന്ധപ്പെട്ട യോഗ്യതകളായാലും ശരി, എന്തെല്ലാം ഒരു നല്ല ഗുണം നിങ്ങളുണ്ടോ, സാധാരണ നിലയ്ക്ക് ഈ ഗുണം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ തോന്നി, നമ്മളൊക്കെ പോകുന്നവനാണ് ആ വിഷയത്തിൽ, അതിൽ ഞാൻ പോകുന്നവനാണ്, ഓന് പോരാ, ഓനക്ക് അതിൽ പോരാ, ഞാൻ പോകുന്നവനാണ്, അൽഹംദുലില്ലാ അല്ലാഹ് നൽകിയതാണെന്ന് ഒറ്റടിക്കടി പറയും, അൽഹംദുലില്ലാ. പക്ഷേ തൻ്റെ ഉള്ളിൽ താൻ തന്നെ ഐശ്വര്യവാനായി കാണുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പോന്നവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മളുള്ളിൽ വരാൻ പാടില്ല. കാരണം എന്ത് ഗുണമാണെങ്കിലും ശരി, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത് മാത്രമേ ഉള്ളൂ. അതൊരു എഞ്ചിനീയർ ആണെങ്കിലും, ഒരു ഡോക്ടർ ആണെങ്കിലും, ഒരു ഡ്രൈവർ ആണെങ്കിലും, ഒരു കച്ചവടക്കാരനാണെങ്കിലും, ഒരു അധ്യാപകനാണെങ്കിലും, ഒരു പണ്ഡിതനാണെങ്കിലും, ആർക്കും ഈ ഈഗോ വരാം. ഞാൻ എന്നുള്ള ഈഗോ, ഞാൻ കൊള്ളുന്നവനാണെന്നുള്ള ഈഗോ പലപ്പോഴും പല ഡ്രൈവർമാർക്കും ഉണ്ടാവാം. പല വിധത്തിൽ ഞാൻ തർക്കടില്ല ഡ്രൈവിങ്ങിൽ, മറ്റോനെക്കാട് ഞാൻ ഡ്രൈവിങ്, ഞാൻ റിവേഴ്സ് ഒക്കെ എടുക്കുന്നത് കണ്ടില്ലേ, ഞാൻ ഓവർടേക്ക് ചെയ്തത് കണ്ടില്ലേ, ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് കണ്ടില്ലേ. ഇങ്ങനെ ഞാൻ 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 എന്നുള്ള ഈഗോ, ഇതെല്ലാം എൻ്റെതായിട്ട് തന്നിലേക്ക് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ ഖിയാനത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് അമാനത്താണ് നൽകിയത്. നമ്മളിലേക്ക് ഈ അഹം, നമ്മളുള്ളിലൊരു അഹം ഉണ്ടല്ലോ, ഇതാണ് അഹംകാരം. നമ്മുടെ അഹത്തിന് കാരം പിടിച്ചിരിക്കുകയാണ്. ഈ അഹം തന്നിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. ഈ അഹം നമുക്ക് അള്ളാഹു നമുക്ക് ജീവൻ നൽകിയപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഒരു സാധന. മയ്യത്തിനില്ലല്ലോ ഈ അഹം, ഇല്ലല്ലോ. ഞാൻ മയ്യത്ത് അങ്ങനെ ചെയ്യോ? ഇല്ലല്ലോ. ഇത് ആരാണോ നൽകിയത് അവൻ്റെതായിട്ട് കണ്ടുകൂടെ. അപ്പൊ നമ്മൾ അമീനായി മാറും. അമീനുള്ള അള്ളാഹുവിന്റെ അമീനായി മാറും. നമ്മൾ വിശ്വസ്തരായിട്ട് മാറും. ഒന്നും തൻ്റെതായി കാണരുത്. ഇതുപോലെ അസ്റാറൊന്നും അല്ല. പക്ഷെ ഈ അസ്റാറിനെ തെർബിയത്തിലൂടെ, തെസ്കിയത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക്
ഈ സാധാരണ ഈ ഖുർആന്റെ എല്ലാവർക്കും അറിയുന്ന ഈ ആയത്തുകളെ ഇറക്കി തരാനാണ് ഈ മുറബിയ ശൈഖുമാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. കാരണം ഇതൊരു അസ്റാറുൽ ഇൽമാണ്, ഇത് എല്ലാവർക്കും വേണ്ട ഇൽമാണ്. കാരണം പരിശുദ്ധ ഖുർആനാണ് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാതും അള്ളാഹുവിൻ്റെതാണെന്നാണ്. നമ്മളിലുള്ളതെല്ലാം അള്ളാഹു അമാനത്തായി നൽകിയത്. അല്ലെങ്കിൽ അള്ളാഹു താല അങ്ങനെ ചോദിക്കില്ലല്ലോ, അങ്ങനെ പറയില്ലല്ലോ. ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ഹൃദയം, മനുഷ്യന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ധനായ ഒരു മനുഷ്യന് ഇതുവരെ ചെയ്യാൻ പറ്റും. കേൾവില്ലാത്തൊരു മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളും പെർഫെക്റ്റ് ആവാൻ സാധ്യത കുറവല്ല. സംസാരമില്ലാത്ത, അതുപോലെ തന്നെ ഹൃദയം, മനസ്സിന് ശരിയായ ബോധമില്ലാത്തവൻ, ഒരു മന്ദബുദ്ധിയായ മനുഷ്യൻ, ഇൽമിനെ നേരാംവണ്ണത്തിൽ മനസ്സിലാക്കാൻ പറ്റാ, അറിവിനെ തിരിച്ചറിവില്ലാത്ത മനുഷ്യർക്ക് വല്ലതും ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് എടുത്ത് കാണിക്കാം. തീർച്ചയായും എല്ലാതും ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ, നമ്മളതല്ല. അപ്പൊ ഈ നമ്മളതല്ലാത്ത കാര്യങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ഉപയോഗിക്കണം എന്നുള്ളത് മറ്റൊരു വശം. ഇത് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പാപത്തിനെയാണ് ഞാൻ പറയുന്നത്. ഒരാൾ കണ്ടുകൊണ്ട് ഒരു അന്യ സ്ത്രീയെ നോക്കുന്നതിനേക്കാളും, ഒരാളൊരു ഗീബത്തുകൾ കേൾക്കുന്നതിനേക്കാളും, ഒരാള് നാവ് കൊണ്ട് കളവ് പറയുന്നതിനേക്കാൾ, അവയവങ്ങളെ കൊണ്ട് വ്യഭിചരിക്കുന്നതിനേക്കാൾ, അതെല്ലാം പാപങ്ങൾ, അതിന് ശിക്ഷകളൊക്കെ ഉണ്ട് എങ്കിലും അതിനേക്കാൾ വലിയ പാപം ഈ ഈഗോ കൊണ്ടുവരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇവിടെയാണ് മശായഖന്മാര്, ത്വരീഖത്തിലെ മശായഖന്മാരുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ ഇത് ഭൂരിഭാഗം ആളുകളും ശൈഖുമാരുമായി ബൈഅത്ത് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൈഅത്ത് ചെയ്തതിനു ശേഷം ഈ അണു കിബർ നമ്മുടെ ഉള്ളിലുണ്ടോ നോക്കണം. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന പഠിപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ വീട് ഇങ്ങനെയാണ്, എൻ്റെ വാഹനം ഇങ്ങനെയാണ്, എൻ്റെ ഉദ്യോഗം ഇന്നതാണ്, എന്തെങ്കിലും ഉള്ളിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ അത് അഹങ്കാരത്തിലേക്ക് വഴി തെളിയിക്കുന്നതാണ്. എന്തോ ഒന്നും ചെയ്യാനില്ല, ശുക്രിന്റെ ആളുകളായി മാറുക, നന്ദിയുള്ളവരായി മാറിയാൽ മതി. ഇതൊക്കെ അല്ലാഹുവിൻ്റെതാണെന്നുള്ള യഖീനാക്കാൻ, ഉറപ്പാക്കാൻ, ചിന്തിക്കണം, ചിന്ത കൊള്ളണം, ഉള്ളിലേക്ക് ബോധവൽക്കരിക്കണം. നമ്മളെയാണ് ആദ്യം ബോധവൽക്കരിക്കുന്നത്, എന്നിട്ടാണ് അന്യർ ബോധവൽക്കരിക്കുന്നത്. എന്റേതല്ല, ഇത് അള്ളാഹു എനിക്ക് അമാനത്തായി തന്നതാണ്, ഇത് അള്ളാഹു താലത് എങ്ങനെ ചെലവഴിച്ച് നാളെ ചോദിക്കും, ഇന്റതല്ല ഇത് അള്ളാഹുവിന്റെ. അൽഹംദുലില്ലാ, ഇത് ഉള്ളിൽ പുറമെ ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയല്ല, അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് നൽകിയതാണ്. എന്നിട്ട് വിനയാന്വിതനായി മാറണം. അഹം അവൻക്ക് വിട്ടുകൊടുക്കുക, ഇത് അവൻക്ക് അമാനത്തായി നൽകിയതാണ്, ഇന്റതല്ല, ഞാൻ അള്ളാഹിന്റെ അടിമ മാത്രമാണ്, എന്നിന് വിനയമാണ് വേണ്ടത്. വിനയാന്വിതനാവണം. ആരുടെ മുന്നിൽ വിനയാന്വിതനാവണം? അറിവുള്ള ആളുകളാണെങ്കിൽ തന്നേക്കാൾ മറ്റവർക്ക് അറിവില്ല വരാൻ പാടില്ല. അറിവില്ലായ്മ എന്നുള്ള കാര്യത്തിൽ ഞാനും മോനും സമമാണ്. എല്ലാവരും ബിഗ് സീറോയിലാണ്. ആർക്കും സ്വന്തമായി ഒരു അറിവും. എനിക്ക് വല്ല അറിവും നൽകണം, അതും അള്ളാഹുവാണ്. അവർക്ക് നൽകിയ അറിവും അള്ളാഹ് നൽകി. അവന് കുറച്ച് നൽകിയത് കൊണ്ട് അവന് കുറച്ച് അതിൽ അവനക്ക് ആ നൽകപ്പെട്ടതിൽ അമല് ചെയ്താൽ അതിന് പ്രതിഫലം കൊടുക്കും. എനിക്ക് എത്ര നൽകി അതിനനുസരിച്ചുള്ള അറിവ് എനിക്കുണ്ടാവും. അത് എന്റേതല്ല, ഇതിന് അള്ളാഹു തആല നാളെ ചോദിക്കും. അപ്പൊ അതിന്റെ പേരിൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ, ഒരു മാതാപിതാക്കൾ പറയുന്ന സന്ദർഭത്തിൽ, അവരെന്തേലും നിങ്ങൾ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അവരെന്തേലും നിങ്ങളെ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കുള്ളിൽ ഈഗോ വരുന്നുണ്ടോ നോക്കാം. ചെറുപ്പത്തിലുള്ളതിനേക്കാൾ വലുപ്പത്തിൽ വരും ഈ ഈഗോ. അഭിപ്രായ ഭിന്നതകൾ, ഉപ്പ പറയുമ്പോൾ അങ്ങനല്ല, അടിച്ചമർത്തണം. നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്. ആ ഈഗോയെ അടിച്ചമർത്തണം, അഹത്തെ അടിച്ചമർത്തണം. നീ ഒരു കുഞ്ഞ, അവരുടെ മുന്നിൽ നീ ഒരു കുഞ്ഞ. അവർ ചിലപ്പോൾ അവർ പ്രായാധിക്യത്തെ കാരണത്താൽ നിനക്ക് ചിലപ്പോൾ യോജിക്കാത്ത കാര്യവും പറയുന്നു. ചിലപ്പോൾ നിന്റെതല്ലാത്തതായി, നീ ചെയ്യാത്ത അപരാധമായിരിക്കും അവർ പറയുന്നത്. എങ്കിലും നീ അടിച്ചമർത്തി. നിന്റെ ഉമ്മയാണ്, അത് നിന്റെ ഉപ്പയാണ്. ആ ഈഗോ അവിടെ അടിച്ചമർത്താൻ പറ്റും. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴത്തേന് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഈഗോ, അവളാരെ എന്നോട് പറയാൻ, ഞാൻ ഭർത്താവൻ, അവളതിനായിട്ടുണ്ട്,
നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഇത് പൊതുവെ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. അത് പോണം. നമ്മൾ ഈ വിഷയത്തിൽ സുലൂക്ക് ചെയ്യുന്ന ടൈമിൽ അത് പോണം. ഞാനും അവൾ ആ വിഷയത്തിൽ സമമാണ്. ഞാൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവളോടൊന്നും പറയാനില്ല. എനിക്കും അവർക്കുള്ളതൊക്കെ രണ്ടും തന്നിട്ടുള്ള അള്ളാഹു താല നൽകിയതാണ്. ഇത് അഹങ്കരിക്കാനുള്ളത് അല്ലാണ്ടതാണ്. അതിന്റെ പേരിൽ നമ്മൾക്ക് അഹങ്കരിക്കാനൊന്നും ആ ഈഗോ നമ്മളോട് അമർത്തും. എന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളായിരിക്കണം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ പെരുമാറ്റങ്ങൾ നമുക്ക് പറയാം. അങ്ങോട്ടും കൊണ്ട് പെരുമാറുന്നു. അപ്പൊ നമുക്ക് വിനയം വരും, വിട്ടുവീഴ്ച വരും, അങ്ങോട്ടും കൊണ്ട് വിട്ടുവീഴ്ച. അതുപോലെ തന്നെ ഒരു ഭർത്താവ് പറയുമ്പോൾ ഭാര്യക്കുമായി ഈഗോ വരാൻ പാടില്ല. ഭാര്യന്റെ ഉള്ളിൽ ഞാൻ ഇന്നാളല്ല, ഞാൻ എന്തിന് ഇദ്ദേഹം പറയണത്, ആ വിഷയം കേൾക്കേണ്ട കാര്യം, അത് അദ്ദേഹം പറയുന്നത് തെറ്റല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ, അതാണ് ഈഗോ, കിബർ. ഇതൊക്കെ നമ്മൾ ഇതൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ കേടെന്നു. കുടുംബ വഴക്കോ അതൊക്കെ വേറെ, അതൊക്കെ ഇവിടെ കഴിയും. പക്ഷേ ഇത് മാറ്റിയുള്ള പ്രശ്നം നാളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടില്ല. നമ്മൾ ഇവിടെ അല്ലാഹുത്താല ഈ ബന്ധങ്ങളൊക്കെ വെച്ചത് ഈ അവസ്ഥകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദീനിനെ നമുക്ക് പറഞ്ഞു തന്നു, മതത്തെ നമുക്ക് പറഞ്ഞു തന്നത് ഇതെല്ലാം മാറ്റാൻ വേണ്ടി. അല്ലാണ്ട് റസൂൽ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാ, ഉത്തമരാരാണ്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ലവണ്ണം നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ഇതേപോലെ സ്ത്രീകളോടും പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെ, ഒരു ഭാര്യ ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഈഗോ താത്താനാണ് പറയുക. സുജൂദ് ഈഗോ താത്ത, അഹങ്കാരം. അതായത് എവിടെയും ആരും അഹങ്കരിക്കാൻ ഇവിടെ ആർക്കും ഒരു മാർഗവുമില്ല. പരസ്പരം ആർക്കും അഹങ്കരിക്കാൻ മാർഗമില്ല. നോക്ക്, ഇസ്ലാം പറഞ്ഞു, കുട്ടികളോട് എന്ത് പറഞ്ഞു? നിങ്ങളെ മാതാപിതാക്കളെ അനുസരിക്കും. ഛേ എന്നുള്ള വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല. അല്ലെ, അവർ റഹ്മത്തിനാലുള്ള നിങ്ങളുടെ ചിറകുകളെ, താഴ്മയുടെ ചിറകുകൾ അവർക്ക് ഇനി താങ്കൾ താഴ്ത്തി കൊടുക്കും. ആ പറയുന്ന അഭിപ്രായം ശരിയല്ല, അങ്ങനെയല്ല ചെയ്യും, ഇങ്ങനെയല്ല പറയുന്നത്. നല്ല രീതിയിൽ പറയാൻ പറ്റില്ല. അല്ലെ, കൗലൻ, വളരെ സൗമ്യമായിട്ട് അവരോട് സംസാരിക്കണം. ഇതൊക്കെ നമ്മൾ ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. മശായിഖന്മാരോ ബൈഅത്ത് ചെയ്ത് ഈ തസ്കിയത്ത് നമുക്ക് വന്നേ തീരും. അപ്പൊ നമുക്ക് കുട്ടികളോട് അങ്ങനെ പറഞ്ഞു. ഇന്ന് മാതാപിതാക്കളോട് എങ്ങനെ പറഞ്ഞത്? മാതാപിതാക്കൾ കുട്ടികളോട് കാരുണ്യത്തോടുകൂടി പെരുമാറാൻ മാതാപിതാക്കളോട് പറഞ്ഞു. കണ്ടില്ല, അന്റെ ഇഷ്ടത്തിന് കുട്ടി എന്തെങ്കിലും തെറ്റ് പറഞ്ഞത് കേട്ടില്ല, ശിക്ഷിക്കാൻ പാടില്ല. നീ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള നിലയ്ക്ക് നീ അവനെ ശിക്ഷിക്കാൻ പാടില്ല. മറിച്ച് എന്തായിരിക്കണം? അവൻ അല്ലാഹും അവന്റെ റസൂലിനും അനുസരിക്കാത്ത കാരണത്താലായിരിക്കും അവനോടുള്ള ശിക്ഷ. അതും നിന്റെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ശിക്ഷിക്കാൻ പാടില്ല. ദീന് പറയുന്ന ശിക്ഷ ഇവിടൊക്കെ ഇസ്ലാം ചെയ്യുന്നത് ഈഗോ മാറ്റുക. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ശരിക്കും പറഞ്ഞാൽ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പൂർണ്ണമായി നമ്മൾ പിൻപറ്റാൻ തയ്യാറായാൽ തന്നെ എന്തായിട്ട് മാറും? നമ്മളിനി അഹങ്കാരം പോകും. അഹങ്കാരം പോകും, വീട് സ്വർഗവും. അല്ലേ, ഒരു അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞത് ആഖിറത്തിലത്തെ സ്വർഗം മാത്രമൊന്നല്ല, ഇവിടെ ഇസ്ലാമിലായിട്ട് അത് പരിശുദ്ധ ഖുർആൻ ദുനിയാവിലും ആഖിറത്തിലുമുള്ള സന്തോഷമായ സന്തോഷമൊക്കെയും പൊലിവായ പൊലിവൊക്കെയും ആ മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇവിടെ തന്നെ സ്വർഗീയമായിട്ടൊരു ജീവിതം ശരിക്കും മുത്തഖീങ്ങൾക്ക് ലഭിക്കും. ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ്. ഇവിടെയും സ്വർഗം ലഭിക്കില്ല, ഇവിടെയും നരകീയമായൊരു ജീവിതമായിരുന്നു നമുക്ക്. അപ്പൊ അതുകൊണ്ട് അതിൽ എളുപ്പമായിട്ട് ഉള്ളതാണ് പരിശുദ്ധ ഖുർആനും ഹദീസിനും ഉൾക്കൊള്ളൽ. ഇത് തന്നെയാണ് ത്വരീഖത്ത്. അതന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ ഖുർആൻ പറഞ്ഞ ആ പാഠ്യപദ്ധതി മോനെ എൻ്റെ അടുത്തുള്ള ഒന്ന് ഒറ്റക്കെ മാറ്റി ഇൻ്റത് എന്നുള്ള ഉണ്ടല്ലോ, എൻ്റെത് എന്ത് കിട്ടിയാലും എൻ്റെത് ചെറുപ്പം മുതൽ നമ്മൾ ബുദ്ധിവെച്ച കാലം മുതലുള്ള അല്ലെ. കുട്ടികളെ നോക്ക്, എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുവാണ്, ആ വീട്ടിലുള്ള ടോയ്സ് കൊണ്ടുപോവാണ്. എന്നിട്ട് അതിന് വേണം ചിലപ്പോൾ കരയോ. എല്ലാം എൻ്റെത് എന്നുള്ള ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം. ഇത് എൻ്റെതല്ല, ഇത് അല്ലാഹുവിൻ്റെതാണ്, ഇത് അമാനത്താണ്. അപ്പൊ ആ തൗഹീദിലേക്ക് വരുമ്പോൾ ഉള്ളിൽ നിന്ന് കിബർ പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇത് പോകണം. ആരോടൊരു ഈഗോ ഇല്ലാത്ത, ഒരു കിബർ ഇല്ലാത്ത അവസ്ഥ, വിനയം നമുക്ക് വരണം. അഹങ്കരിക്കാനുള്ള ഒന്നും എൻ്റെ അടുത്ത് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് അഹങ്കരിക്കാത്തത്. അവനെ താഴ്ത്താനുള്ള എന്തെങ്കിലും ഒരു ന്യൂനത എന്നിലില്ലാത്തൊരു ന്യൂനത അവനക്ക് വേണ്ട, എന്നാൽ അവൻ താഴ്ത്തേണ്ടേ ഉള്ളൂ.
എന്നിലില്ലാത്ത മറ്റു വല്ല ന്യൂനതകളും അവനിലുണ്ടെങ്കിൽ എന്നേക്കാൾ അവൻ താഴ്ന്നവനാണെന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ന്യൂനത എന്നിൽ എന്തൊക്കെയുണ്ടോ അത് ആ ന്യൂനതകളൊക്കെ അവനിലുണ്ട്. പിന്നെ കാണുന്ന ഗുണങ്ങൾ അത് അള്ളാഹ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. അവർക്ക് അല്ലാഹു തആല ചില അനുഗ്രഹങ്ങൾ നൽകി. എനിക്ക് തന്ന ചില അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയില്ലെങ്കിലും എനിക്ക് നൽകാത്തതായ പല അനുഗ്രഹങ്ങളും അവനിലുണ്ട്. പിന്നെ എനിക്ക് അഹങ്കരിക്കാൻ എന്താണ് മാർഗമുള്ളത്? അല്ലെ? അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ സാധനം നമ്മളിങ്ങനെ മിൽക്കിയത്തിനെ തൗഹീദ് പറഞ്ഞ് പോയാൽ പോരാ. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതായത് ഒരു മാറ്റം നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ വീട്ടിൽ ചെന്നാൽ, നമ്മളെ വീടുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ആദ്യം വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഭാര്യമാരോട്, ഭാര്യമാർ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട്, അവരുടെ അമ്മായിയമ്മമാരോട്, അവരുടെ ഉമ്മമാരോട്, ഉപ്പമാരോട്, കുട്ടികളോട്, ഇങ്ങനെ ഓരോരുത്തരും വീട്ടിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയും ആ വീട്ടിൽ എന്തായിരുന്നു വിട്ടുവീഴ്ച നല്ലോണം ഉണ്ടാവും. ഇനി ഒരാളെന്തെങ്കിലും പ്രശ്നം വന്നാൽ നല്ല വിട്ടുവീഴ്ച ഉണ്ടാവും. കാരണം എന്താ, അവർക്ക് വരുന്ന ഈ പ്രശ്നം ഇനിയും നാളെ വരാം. കാരണം ഗുണങ്ങളെല്ലാം അള്ളാന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണമെങ്കിൽ അത് സൃഷ്ടികളുടെ ഭാഗത്തുനിന്ന്, അവനിൽ വന്നത് എനിക്കും നാളെ വരാം. അവനക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് അള്ളാഹ് എനിക്ക് കൊടുത്തു തരും. മനസ്സിലാവുണ്ടോ? ഇത് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതോട് കൂടെ ഈ മിൽക്കിയത്തിന്റെ തൗഹീദിൽ നമ്മൾ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇത് ശരിയാവൂ. അത് കഴിഞ്ഞാൽ അടുത്തതാണ് ഞാൻ ചുരുക്കി പറയാണ്, ഇതിന്റെ തെർബിയത്തിന്റെ വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ അമല് ചെയ്തു പോവുക. തെർബിയത്തിന്റെ പ്രത്യേകമായിട്ടുള്ള നമ്മളെ ക്ലാസ്സുകളിൽ നമ്മളെ മശായിഖന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹവാസത്തിലായിട്ട് ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ അതിന്റെ അപ്പുറം അവർ പറഞ്ഞു തരും. ഓരോന്നിനും അതിന്റെ അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്, കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു തരും ഇങ്ങനെയാണ് തെസ്കിയത്ത് സംഭവിക്കുന്നത്. അല്ലാതെ നമ്മുടെ സുലൂക്കിൽ കുറെ ദിക്ർ ചൊല്ലിക്കൊണ്ട് തെസ്കിയത്ത് ചെയ്യലല്ല. മറിച്ച് എന്നത് ദിക്ർ ആണും താനും നമ്മൾ അള്ളാഹ് ഓർക്കുന്നുണ്ടല്ലോ. എല്ലാം എപ്പോഴും അള്ളാഹ് ഓർമ്മയിലാണ് ഈ അവസ്ഥയിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് അഫ്ആലിലെ ദിക്റാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ അല്ലാഹു തആല തീരുമാനിക്കാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. ഒരാൾ മരിച്ചാലും ശരി, ഒരാൾ ജനിച്ചാലും ശരി, നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും ശരി, നിങ്ങളിൽ നിന്ന് നീങ്ങിയാലും ശരി, അല്ലാഹു തആല തീരുമാനിക്കാത്ത ഒരു അണുമണി പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. അല്ലാഹു തആല തീരുമാനിക്കും. ഒരു അണുമണി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുമില്ല. ഉപകാരം ഉപദ്രവം അല്ലാഹു മാത്രമാണ് ചെയ്യുന്നത്. ഇതും അസ്റാറൊന്നല്ല മക്കളെ. ഞാൻ പറയും ഈ പറയുന്നത് അസ്റാറാണ്, അസ്റാറെന്ന് മനസ്സിലാക്കേണ്ട. അസ്റാറുകളൊക്കെ എവിടെ കിടക്കണേ? നമ്മൾ പറഞ്ഞത് ആദ്യമായിട്ട് നമ്മളിത് പരിശുദ്ധ ഖുർആൻ ബാഹ്യമായിട്ട് തന്നെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. അതിന്റെ ഖൈറും ഷർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹു നിങ്ങളെയും സൃഷ്ടിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നു. അല്ലാഹു തആല സൃഷ്ടിക്കാതെ ഇവിടെ ഒന്നും ഉണ്ടാവുന്നതല്ല. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഉപകാരം ഉപദ്രവം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ലെ? കല്ലിനെ ആരാധിച്ചിരുന്ന ആളുകളോട് ആ ബിംബങ്ങളൊക്കെ, കല്ലിന്റെ ബിംബങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നശിപ്പിച്ചതിന് ശേഷം ആ കോടാലി കൊണ്ടുപോയി കഴുത്തിൽ പോയിട്ടല്ലോ ആ വലിയ സാധനത്തിന്റെ മേൽ. എല്ലാവർക്കും ചരിത്രം അറിയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കാം. അവരൊക്കെ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂപ്പരെല്ലാം ഉടച്ചിട്ട് നിൽക്കണില്ലേ, മൂപ്പരോട് ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു കാര്യമുണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇബ്രാഹിമേ, ഇതൊക്കെ എന്നെ അറിഞ്ഞൂടെ? ഇത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഈ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതായ ഈ വസ്തുക്കളെ നിങ്ങൾ എന്തിനാണ് പിന്നെ ആരാധിക്കുന്നത്? ഈ ഊഴം കാത്തിക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇതൊക്കെ നമ്മൾ പറയും, എന്നിട്ട് പറയും ഇതൊക്കെ അസ്റാറാണ്. അസ്റാറല്ല, ഇത് ഓരോ മോമിനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾക്കൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലാഹ് മാത്രം ചെയ്യും മക്കൾ. ഒരു സൃഷ്ടിക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്തു തരാൻ പറ്റൂല. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രശ്നമാവും, നിങ്ങൾക്ക് പ്രയാസമാവും. നിങ്ങൾ മനസ്സിലാക്കി എന്റെ ഭർത്താവിനെ കൊണ്ട് ഇന്ന് ഉപകാരം കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നാളെ ഭർത്താവിനെ കൊണ്ട് ഉപകാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനോട് വെറുപ്പാവും. ഭർത്താവിനോട് നിങ്ങളുടെ ഭർത്താവിനോട് അടിയില്ലാത്തൊക്കെ കഴിയും. എവിടൊക്കെ എത്തുന്നത് ഈ ശിർക്ക് ഉദ്ദേശിക്കണേ? എന്റെ മകനെ കൊണ്ട് ഇന്ന ഉപകാരം കിട്ടുന്നു വാപ്പ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഉപകാരം വാപ്പ മകനിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ വാപ്പ മോനോട് തെറ്റില്ലേ? മരോളോടും അമ്മായിയമ്മ തെറ്റില്ലേ? അമ്മായിയമ്മ ഉദ്ദേശിച്ച ഉപകാരം വന്നിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ
ഒരു ഭാര്യയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാണ്, ഭർത്താക്കന്മാർ മനസ്സിലാക്കാണ്, ഒരു ഭാര്യയിൽ നിന്ന് ഇന്നതൊക്കെ ഇന്ന ഉപകാരം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഓൻ പെണ്ണെട്ടിയത്. അതിന് ശേഷം ഭാര്യയിൽ നിന്ന് അത് കാണുന്നില്ല. അപ്പൊ ഓൻ തെറ്റി, ഓൻ പ്രശ്നം ഉണ്ടാക്കി. ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ടാണ് ഇന്ന പ്രശ്നം ഉണ്ടായത്, അയാളെ കൊണ്ടാണ് കുടുംബകലഹം ഉണ്ടായത്, ഇയാളെ കൊണ്ടാണ് ഫിത്തന ഉണ്ടായത്, ഈ ആളെ കൊണ്ടാണ് എനിക്ക് കിട്ടേണ്ട ജോലി നഷ്ടപ്പെട്ടത്, അയാളുള്ളിൽ കൊള്ളി വെച്ചിട്ടാണ്, പാറ വെച്ചിട്ടാണ്, എന്റെ പരീക്ഷ നഷ്ടപ്പെട്ടത് നിങ്ങളെ കൊണ്ടാണ്, എന്റെ പരീക്ഷ ഇത് എന്താ പറയാ ഇന്നതിന് ഇത് വന്നത് ഇന്ന കുട്ടീനെ കൊണ്ടാണ്. ഇതൊക്കെ ശിർക്കാണ്. സഹോദരന്മാരെ, അസ്ബാബുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെങ്കിലും അല്ല തീരുമാനിക്കാതെ കിട്ടൂല. എത്ര ആളുകൾ എനിക്കറിയാം. നമ്മുടെ കൂടെ ഒരു മാഷുണ്ട്, മൂപ്പർക്ക് PS ഏത് ജോലി ചോദിച്ചാൽ ഉത്തരം കിട്ടും. നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്, അധ്യാപകൻ. മൂപ്പര് ബുദ്ധി വെച്ച കാലം മുതൽ, അതായത് PS എഴുതലാണ്. എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ വയസ്സ് അതിന്റെ ടൈം കഴിഞ്ഞ് ഇപ്പോഴും മൂപ്പർക്ക് PS കിട്ടിയിട്ടില്ല. ടൈം കഴിഞ്ഞും ചെയ്യും. എന്നാൽ പുതുതായി വന്ന ചെക്കന്മാര് PS ഇത് ചെയ്തു. എന്നാൽ മൂപ്പർക്ക് ഉത്തരം കിട്ടായിട്ടൊന്നുമല്ല, ഉഷാറായിട്ട് കുറെ പഠിച്ചിട്ട് ഉത്തരം ഇങ്ങനെ പറയണേ. മക്കൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ നടക്കുള്ളൂ. അള്ളാഹു റസൂല് പറഞ്ഞു, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. നിങ്ങൾ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അത് നിങ്ങൾക്ക് എളുപ്പം. അള്ളാഹുവിന്റെ തീരുമാനം നടക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ശിർക്ക്? അള്ളാഹു തീരുമാനിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന ആളെ കൊണ്ട് എനിക്ക് വന്നത് എന്നുള്ള ചിന്ത നമ്മൾ അറിയാതെ പിശാചുട്ട് ദർശിക്കുന്നത്. ഇത് മാറ്റിയേ തീരും. സംഭവം ഏതെങ്കിലും സൃഷ്ടികളിലൂടെ ഇവിടെ എല്ലാം നടക്കണം. അള്ളാഹു താല അങ്ങനെയാണ് ഇവിടെ ഈ ആദിയായ അസ്ബാബുകളെ കൂടെ അള്ളാഹു താല നടത്തുന്നത്. എന്ത് മനസ്സിലാക്കണം? ഇവനിലൂടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹ് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് എനിക്ക് ബുദ്ധിമുട്ടെത്തി